രക്ഷപ്പെടാൻ പോവുക. എനിക്കറിയില്ല ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് ഇനിയെങ്കിലും രക്ഷപ്പെടുമെന്ന്. അമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ എന്തായാലും ഒരു ഡോക്ടറായി. ഇനിയെങ്കിലും എനിക്ക് സന്തോഷമായിട്ടൊന്ന് ജീവിക്കണം അമ്മ. അതിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര. ഇവിടെയും ചെയ്യിക്കാൻ പറ്റിയില്ലെങ്കിൽ ജീന, നീ എവിടാ? ഞാൻ എത്ര നേരമായി ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നറിയാവോ? നീ ഇവിടെ കാണുമെന്ന് പറഞ്ഞിട്ട് ഇത് എവിടാ? ഹലോ ഡി, നീ ദേഷ്യപ്പെടല്ലേ ഡി. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് ഡി. ഇവിടെ ഞാൻ ട്രാഫിക്കിൽ പെട്ട് കിടക്കും. ഇവിടെ മുടിഞ്ഞ ബ്ലോക്കാടി. നീ ഒരു 5 മിനിറ്റ് ഒരു കാര്യം ചെയ്യാം. അവിടുത്തെ കഫേയിൽ പോയിരുന്ന ഒരു കോഫി കുടിക്കുക. അപ്പത്തേക്ക് ഞങ്ങൾ വന്നേക്കാടി. അവൾ കഫേയിൽ വെയിറ്റ് ചെയ്യുമ്പോഴാണ് പുറത്തെ ബഹളം അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് 3 ചെറുപ്പക്കാർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. അവർക്ക് ചുറ്റുമാണ് ഈ ബഹളവും ആൾക്കൂട്ടവും എല്ലാം. അവരുടെ മട്ടും ഭാവം കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി അവർ ഏതോ വലിയ ഫേമസ് ആയ ആൾക്കാരാണെന്ന്. പക്ഷേ ആ തിരക്കിനിടയിലും അവൾ ഒരാളുടെ കണ്ണുകളിലേക്കാണ് ആദ്യം ശ്രദ്ധിച്ചത്. അയാളും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായ കൃഷ്ണയ്ക്ക് എന്തോ പോലെ തോന്നി. കനവുകളെ തുരത്തി വന്നേൻ പാറയിലും തുളിർന്നു നിன்றേ இரவுறங்க காத்திருப்பேன் பகல் வருமே ഒപ്പുത്തം പുതുക്കാലേ. മാം, കോഫി. എനിത്തിങ് എൽസ് മാം? നോ താങ്ക് യു. കോഫി വാങ്ങി വെച്ചതിന് ശേഷം അവൾ തിരിഞ്ഞു നോക്കിയെങ്കിലും അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. ഇത്ര പെട്ടെന്ന് പോയോ? ദാ വന്ന് ദേ പോയി. എന്നാലും അയാൾ ആരാണ്? ഇനി കാണാൻ പറ്റുമോ അയാളെ എനിക്ക്? എന്താണ് ഇവിടെ ഒറ്റയ്ക്കിരുന്നൊരു സംസാരം? എന്താ മാൻ, കോഫി കുടിക്കുവാണോ? അല്ലടി, ഞാൻ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കാം. നിനക്ക് കണ്ടിട്ട് എന്താ പോലെ തോന്നുന്നു? ദാ വരുന്ന 5 മിനിറ്റ് എന്നും പറഞ്ഞിട്ട് നീ ഫോൺ വെച്ചതാ. ഇപ്പോഴാണ് നിനക്ക് 5 മിനിറ്റ് ആയേ? സോറി ഡി, പേണങ്ങല്ലേടി, ബ്ലോക്ക് ആയോണ്ടല്ലേ. ഇപ്പോഴത്തേക്ക് ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നത്. ഇനി നീ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ. എൻ്റെ പൊന്നല്ലേ, പെണങ്ങല്ലേടാ. ഇനി ഞാൻ എൻ്റെ കൊച്ചിനെ ഇതുപോലെ വെയിറ്റ് ചെയ്യിപ്പിക്കത്തില്ല കേട്ടോ. എന്തായാലും വാ, ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇവിടെ ഞാൻ കഫേയിൽ വെയിറ്റ് ചെയ്തിരിക്കാന്നേരെ ഇവിടെ ആരൊക്കെയോ സെലിബ്രിറ്റീസ് വന്നെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ ഒരു ബഹളമായിരുന്നു. ഫാൻസാണെന്ന് തോന്നുന്നു. പിന്നെ കുറേ മീഡിയ. കൊറിയയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു K-pop ബാൻഡുണ്ട്, 3 Kings എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവരിന്ന് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടുള്ള മീഡിയാസും ഫാൻസിൻ്റെയും ബഹളമാണ് നീ ഇന്നിവിടെ കണ്ടത് മൊത്തം. ഒന്നും കൂടി ലേറ്റ് ആവാനും അതാടാ കാരണം. ഇവർ വരുന്നതുകൊണ്ടേ ഇവിടെ ഫുള്ള് ബ്ലോക്കുമായിരുന്നു. പിന്നെ ഇവരെക്കുറിച്ച് നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിനക്ക് ഈ സോഷ്യൽ മീഡിയയോ പുറം ലോകമായിട്ടൊന്നും ഒരു ബന്ധമല്ല. വല്ലപ്പോഴേ ആ ഫോൺ എടുത്ത് ഇമ്മാതിരി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അപ്പം നിനക്ക് ഇവരെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും കേട്ടോ. ഓ മതി മതി, ഇനി നീ ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ തല തിന്നാൻ നോക്കണ്ട. മതി, നീ ഇറന്നിക്ക് വണ്ടി ഓട്ടിരുന്നീ. 3 Kings അല്ലേ? സെർച്ച് ചെയ്ത് നോക്കണോ? നോക്കിക്ക. Today's gonna be a good day. Wake up. Today's gonna be a good day. Wake up. Today's gonna be. കൃഷ്ണ, നീ എന്താടി തനിയിരുന്ന് ചിരിക്കുന്നേ? ഇറങ്ങുന്നില്ലേ? സ്ഥലം എത്തിയൊന്നും അറിഞ്ഞില്ലേ നീ? കൃഷ്ണ, നീ ഇനി മുതൽ ഇതാണ്ട് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം? പിന്നെ ഇഷ്ടപ്പെടാതെ ഇത് നീ എങ്ങനെ ഒപ്പിച്ച്? ഞാൻ പറഞ്ഞ ബഡ്ജറ്റിൽ ഒതുങ്ങും? നീ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കൃഷ്ണ. റെൻറ്റിനെ കുറിച്ച് നീ ഒട്ടും ചിന്തിക്കേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. കൃഷ്ണ, നീ ഇപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യും, പോയി റെസ്റ്റ് എടുക്കുക. എന്തായാലും ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ. ഞാൻ ഓഫീസിലൊന്ന് പോയിട്ട് പെട്ടെന്ന് വരാവേ. അവിടെ കുറച്ച് പരിപാടിയുണ്ട് ചെയ്ത് തീർക്കാൻ. പിന്നെ രാത്രിക്കുള്ള ഫുഡ് ഞാൻ വരുന്ന വഴിക്ക് മേടിച്ചിട്ട് വരാം പുറത്തുനിന്ന്. പിന്നെ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് നാളെ
പുറത്ത് പോയി മേടിക്കാം. നീ എന്തായാലും പോയി ഒന്ന് റെസ്റ്റ് എടുക്കേ. ഞാൻ റെസ്റ്റൊക്കെ എടുക്കാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം നിന്നോട്. ദേ കൃഷ്ണ, നിർത്തിക്കോ നീ. എനിക്കറിയാം നീ എന്തും എൻ്റെ അടുത്ത് ചോദിക്കാൻ വരുന്നതെന്ന്. നീ പേടിക്കണ്ട, ഞാൻ ആർക്കും ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പറഞ്ഞാൽ എന്താടാ? നീ എന്തിനിങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ കിടന്ന് പേടിക്കുന്നേ? അങ്ങനെ പേടിക്കുന്നതുകൊണ്ടല്ലേ നിനക്കിപ്പോൾ ഈ അവസ്ഥ വന്ന് നിൽക്കേണ്ടി വന്നത്? അതല്ലടാ ജീനോ, നിനക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ എല്ലാം. മറ്റുള്ളവരെന്നെ സഹതാപത്തോടുകൂടി നോക്കുന്നതും അത് ഉള്ളിൽ വെച്ച് എൻ്റെ അടുത്ത് സംസാരിക്കുന്നതും സഹകരിക്കുന്നതും ഒന്നും എനിക്ക് പറ്റത്തില്ലടാ. എനിക്കിനി ഞാനായിട്ട് ജീവിക്കണം, എല്ലാവരെയും പോലെ സന്തോഷമായിട്ട് ജീവിക്കണോടാ. നീ എന്തിനാ മോളെ ഇങ്ങനെ കരയുന്നേ? അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേടാ. നീ കരയാണ്ടിരിക്കേ. ആരോടും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് ഞാനില്ലേ, അതുപോരെ. മതി സെൻറ്റിയൊക്കെ നിർത്തിക്കേ. എനിക്ക് പോയിട്ടേ കുറച്ച് ജോലിയുണ്ട്. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാവേ. അപ്പോഴത്തേക്ക് നീ പോയി ഫ്രഷ് ആയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കേ. ശരിടാ, നീ എന്തായാലും ശരിയല്ലേ. ഞാൻ അപ്പോഴത്തേക്ക് പോയി ഒന്ന് ഫ്രഷായി ഇത്തിരി നേരം ഒന്ന് കിടക്കട്ടെ. പപ്പയുടെ മോള് വന്നു. എന്താ താമസിച്ചേ? ഓ വന്നാ മഹതി. എവിടെ ആയിരുന്നു ഇത്ര നേരം? ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ നീ എന്തോ എൻ്റെ അടുത്ത് പറഞ്ഞേ? നീ ഓഫീസിൽ നിന്ന് ഇറങ്ങിയെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് ഇത്രയും നേരം നീ എവിടെ ആയിരുന്നു? എൻ്റെ പൊന്ന് സീതമ്മോ, ആ ഡോറിൻ്റെ അടുത്ത് നിന്ന് മാറേ. ഞാൻ ആദ്യം ഒന്ന് അകത്തോട്ടൊന്ന് കയറട്ടെ. വേണ്ട, നീ കയറണ്ട. നീ ഇന്ന് പുറത്ത് നിന്നാൽ മതി, അവിടെ നിന്നാൽ മതി. പപ്പ അത് നോക്കു പപ്പ, ഈ സീതമ്മ പറയുന്നത് ഒന്ന് മാറാൻ പറ. അമ്മ, ഞാനേ വരുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട്. ഞാൻ അവളുടെ അടുത്ത് സംസാരിച്ച് ഇന്ന് സമയം പോയതറിഞ്ഞില്ല, അതാ ലേറ്റായേ. എനിക്ക് വിശക്കുന്നമ്മ, വല്ലതും കഴിക്കാന്താ. കഴിച്ചിട്ട് വേണം എനിക്ക് പുറത്തോട്ടൊന്ന് പോകാൻ. ജീന എന്നെയും കാത്ത് അവളുടെ ഓഫീസിൽ നിൽക്കുമായിരിക്കും. പോകുന്ന വഴി അവളെയും പിക്ക് ചെയ്തുകൊണ്ട് വേണം പോകാൻ. നീ ഇപ്പം ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ പൊന്നു. ഇനി നീ എവിടെ പോകണമെന്നാ പറയുന്നത്? എവിടെ പോകുന്നു ജീനയുടെ കൂടെ? ഓ, ഈ സീതമ്മയുടെ ഒരു മറവി. ഞാൻ അമ്മയടുത്ത് എത്ര ദിവസം കൊണ്ട് പറയുന്നു ജീനയുടെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വരുമെന്ന്. അവൾ ഇന്ന് രാവിലെ വന്ന് ഒന്ന് പോയി കാണാന്ന് വെച്ചാൽ അതിനും പറ്റത്തില്ല. ആ കുട്ടി എന്താ രാവിലത്തെ ഫ്ലൈറ്റിന് വന്നോ? നീ വിളിച്ചായിരുന്നോ ജീനെ? ഡി ആ മോള് വന്നു അന്നേരം. എങ്ങനെയുണ്ട്? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? വീടൊക്കെ ഇഷ്ടമായില്ലേ അവൾക്ക്? ആ അമ്മ, ജീന വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അവർക്ക് വീടൊന്നും പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓക്കെയാ. കഴിക്കാൻ എടുത്ത് വെക്ക്, സമയമില്ല, എനിക്ക് പോകണം. അമ്മ നിളച്ചേച്ചി എന്ത് ഏതൊരു ഹോസ്പിറ്റലിൽ നിന്ന് വന്നില്ലേ? മോൾ ഇതുവരെ വന്നില്ല, കുറച്ച് ലേറ്റ് ആകുമെന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു. എന്തോ മീറ്റിംഗ് എന്തോ ഉണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ പോട്ടെ, ആദ്യം നീ പോയി ഫ്രഷ് ആവും, എന്നിട്ട് വന്ന് വല്ലതും കഴിച്ചാൽ മതി. കഴിച്ചിട്ട് കുളിച്ചാൽ പോരെ? എന്തോ അമ്മ. പൊന്നു, നിന്ന് കിണങ്ങാതെ പോയി പെട്ടെന്ന് കുളിച്ചിട്ട് വന്ന് വല്ലതും കഴിക്കാൻ നോക്കേ. മിസ്റ്റർ ജോൺ തന്തപ്പടി, വന്ന് നിങ്ങളുടെ കെട്ടിയൊക്കെ ഇപ്പം തീരെ അനുസരണശീലമില്ല. വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ, ഞാൻ തൻ്റെ ഫ്രഷ് ആവാൻ പോയി. കൊച്ചു പേടിച്ചെന്നാ തോന്നുന്നത്. നീ എന്താന്നാലും നിർമ്മല് വന്ന കാര്യം അവളോട് പറയാനേ? ഒന്ന് പോ എൻ്റെ ഇച്ചായ. അവളോ പേടിക്കാനോ? നടന്നു തന്നെ. മനുഷ്യ പേടിച്ചു പോയില്ല ഇച്ചായ. ഇതെപ്പം വന്ന്? എൻ്റെ കൊച്ചിന് ഇത്രയും പേടിയൊക്കെ ഉണ്ടായിരുന്നു? ഇച്ചായ അറിഞ്ഞില്ലല്ലേ? ഒന്ന് പോ ഇച്ചായ. പിന്നെ മനുഷ്യൻ പേടിക്കത്തില്ലേ പുറകിൽ കൂടെ ഒന്നിങ്ങനെ കെട്ടിപ്പിടിച്ച? എന്നാലും പപ്പയും അമ്മയും ഒന്നും പറഞ്ഞു പോലുമില്ല ഇച്ചായൻ വന്ന്. നീ ഒന്ന് അടങ്ങി നിൽക്ക് പൊന്നു. എത്ര ദിവസമായിടി നിന്നെ ഒന്ന് കണ്ടിട്ട്? നീ അതിനിടയ്ക്ക് 100 ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് വരും. ഞാനാ മമ്മിയുടെ അടുത്ത് പറഞ്ഞേ, നിൻ്റെ അടുത്ത് പറയണ്ട, നീ വരുമ്പോൾ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന്. പിന്നെ ഇച്ചായനല്ലേ പറഞ്ഞേ അമ്മച്ചിയെ കാണാൻ പോയേച്ച് നാളെ ഇങ്ങ് വരത്തുള്ളെന്ന്? അമ്മച്ചിയൊക്കെ നാളെ പോയി കാണാടി. ഇന്ന് എനിക്ക് എൻ്റെ പെണ്ണിനെ കണ്ടോളാൻ വയ്യായിരുന്നു, അതാ ഞാനിങ്ങ് പോരുന്നത്. നീ ഇങ്ങ് വായേ. നീ ചോദ്യം ചോദിക്കുന്നൊക്കെ നിർത്തി വെച്ച് ഇങ്ങോട്ട് വാ ഒന്ന്. ഇച്ചായ ഇച്ചായ പറയുന്ന കേക്ക് ഇച്ചായ. ഓ, ഇവള് സമ്മതിക്കത്തില്ല. എന്തുവാ കൊച്ചേ പറ. ഇച്ചായ ഞാൻ പറയുന്നേക്ക് ഇപ്പം വേണ്ട ചായ. ഞാൻ ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ജീനിയുടെ കൂടെ ഒന്ന് പുറത്ത് പോയി ചേരട്ടെ ചായ, അതിന് ശേഷം മതി. ഓ, മറ്റേ പുള്ളിക്കാരത്തി വന്നോ? നീ ആ കുട്ടിയെ കാണാൻ പോവല്ലേ? എന്തായാലും മോള് പോവല്ലേ? അപ്പം ചൂടോടെ ചേട്ടനൊരെണ്ണം തന്നേച്ച് പോ.
देखो करीब से मिले हैं नसीब से आएगा पल ये फिर कहाँ തൽക്കാലത്തേക്ക് ഇത്രയും മതി. എൻ്റെ പൊന്നുമോള് പോയി ആദ്യം പോയി ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഒരുമിച്ച് പോയി ഫുഡ് കഴിക്കാം. നീ ഒന്നും കഴിച്ചില്ലല്ലോ? ചായനും ഒന്നും കഴിച്ചില്ല. ശരി ചായ. അവർ രണ്ടുപേരും വന്നില്ലേ മമ്മി ഇതുവരെ? ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ അവന്മാരിട്ട് ഫോൺ എടുക്കുന്നുമില്ല. പറഞ്ഞ പോലെ അവർ രണ്ടുപേരും ഇവിടെ പോയി. നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ചല്ലേ വന്നേ? എന്നിട്ട് അവരെന്തിയേ? വരുന്ന വഴിക്ക് അവന്മാർ നമ്മുടെ സ്റ്റുഡിയോയിലൊന്നിറങ്ങി. അവിടെ എന്തോ അവർക്കെന്തോ ആവശ്യമുണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ നിന്നില്ല, ഞാനിങ്ങ് വീട്ടിലോട്ട് പോയിരുന്നു. അതാ ഇത്ര നേരമായിട്ട് കണ്ടില്ല, അതാണ് ചോദിച്ചത്. കുറച്ചു മുമ്പ് അവർ വിളിച്ചായിരുന്നു മോനെ അവിടുന്ന്. ഇറങ്ങിന്നാ പറഞ്ഞത്. എത്താറായി കാണാൻ മിക്കാറും. കുറച്ച് സമയത്ത് വരുമായിരിക്കും. എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം.